കാര്യം കഴിഞ്ഞാൽ കറിവേപ്പില കറിവേപ്പില തന്നെയാണ് എടുത്ത് പുറത്തു കളയും. അതിനിപ്പോൾ വയനാട്ടിലായാലും ഡൽഹിയിലായാലും ഇനി റോബർട്ട് വധേര വീട്ടിലായാലും കറിവേപ്പില കറിവേപ്പില തന്നെയാണ്. വയനാട്ടിൽ ഇതാ തെരഞ്ഞെടുപ്പ് പ്രകടനത്തിന് ലീഗിന്റെ പച്ചക്കൊടി നിരോധിച്ചതാണ്, വേണമെങ്കിൽ പച്ച ബലൂൺ ഉപയോഗിച്ചോ എന്ന് പറഞ്ഞതാണ്. കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് വ്യക്തമായത് പറഞ്ഞത്. ആർക്കു വേണ്ടിയാണ്? പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി, പ്രിയങ്ക വദ്രയ്ക്ക് വേണ്ടി ജയിക്കാനായിട്ട്. ഇതെല്ലാം മറന്നാണ് ലീഗ് പ്രവർത്തകർ വയനാട്ടിൽ തലമറന്ന് പ്രവർത്തിച്ചത്. അതിന് അവർക്ക് കിട്ടിയ പണിയാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ നന്ദി പ്രമേയ വരവിൽ സംഭവിച്ചത്. വയനാട്ടിലെ ദുരന്തത്തിൽ എന്തിന് പ്രിയങ്ക ചെയ്തത്? കേന്ദ്രത്തെ തലോടുകയും സംസ്ഥാന സർക്കാരിനെ, അവിടെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സംസ്ഥാന സർക്കാരിനെ, അവിടുത്തെ ദുരിതബാധിതർക്ക് വീട് വരെ വാടകയ്ക്ക് എടുത്തു കൊടുത്ത സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന നിലപാട്. എങ്ങനെയുണ്ട് വയനാടിന്റെ പുതിയ MP? രാഹുൽ മികച്ചതെങ്കിൽ പ്രിയങ്ക ഗംഭീര, ഒരു സംശയവുമില്ല. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇതാ രാഹുലിന് വെച്ചത് തന്നെ പ്രിയങ്കയ്ക്ക് കിട്ടിയിരിക്കുന്നു. പ്രിയങ്ക ഗാന്ധി MP ആയ ശേഷം നൽകിയ ആദ്യ സ്വീകരണത്തിൽ വയനാട്ടിൽ അതിൽ നിന്നും മുസ്ലിം ലീഗ് ഔട്ട്. ഇതോടെയാണ് അവിടെ അണികളുടെ പ്രതിഷേധം പുകഞ്ഞു തുടങ്ങിയത്. വയനാട് എന്ന പാലം കടക്കുവോളം നാരായണ, പിന്നെ പറഞ്ഞപ്പോൾ കൂരായണ. അതുവരെ ലീഗ് മതിയോ എന്നാണ് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ നിലമ്പൂർ നിയോജക മണ്ഡലം സെക്രട്ടറി ഫേസ്ബുക്കിൽ കുറിച്ചത്. വ്യക്തമായ നിർദ്ദേശം നൽകിയിട്ടാണ് ഈ നിയോജക മണ്ഡല സെക്രട്ടറി തന്റെ ഫേസ്ബുക്കിൽ പ്രിയങ്കയ്ക്കെതിരായ ഒരു കമന്റ് ഇട്ടത്. ആഹ്ലാദമൊക്കെ ആകാം, വിയർപ്പൊഴുക്കിയവരെ മറന്നാകരുതെന്നാണ് ലീഗിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റും പ്രതികരിച്ചത്. ഈ കഴിഞ്ഞ ശനിയാഴ്ചയാണ് പ്രിയങ്ക ഗാന്ധി വീണ്ടും വയനാട്ടിലെത്തിയത്. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും സ്വീകരിക്കാൻ കോൺഗ്രസ് നേതാക്കൾ മാത്രമാണ് ചെന്നത്. കാരണം ലീഗുകാർക്ക് അപകടം മണത്തിരുന്നു. ലീഗ് പ്രവർത്തകരെ വിളിച്ചതുമില്ല, മാറ്റി നിർത്തി. ഇതിൽ പ്രതിഷേധിച്ച് നിലമ്പൂർ മണ്ഡലത്തിലെ കേരളയിൽ നടന്ന പ്രിയങ്കയുടെ ആദ്യ സ്വീകരണം PV അബ്ദുൽ വഹാബ് MP അടക്കം ലീഗ് നേതാക്കൾ ബഹിഷ്കരിക്കുകയും ചെയ്തു. പക്ഷേ കോൺഗ്രസിന് ഇനി 5 കൊല്ലത്തേക്ക് ഒരു പ്രശ്നവും വയനാട്ടിൽ വരാനില്ല. അതുകൊണ്ട് ഒരു മിണ്ടത്തില്ല. തെരഞ്ഞെടുപ്പുകൾ ഇനിയും വരും, പലരും മത്സരിക്കും, പല സംഭവങ്ങളും നടക്കും. കാലം ഇതിനൊക്കെ മറുപടി നൽകുമെന്നാണ് മുസ്ലിം യൂത്ത് ലീഗ് നേതാക്കൾ ഇപ്പോൾ പ്രതികരിച്ചത്. 10 ദിവസം മുമ്പാണ് അവർ പ്രതികരിച്ചിരുന്നെങ്കിൽ മലപ്പുറത്തെ വിധി വേറെയായേനെ. ഇനി കിടന്ന് പരിതപിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്ന് യൂത്ത് ലീഗ് നേതാക്കൾ ഒന്ന് ഓർക്കണം. പ്രിയങ്കയുടെ കേരളയിലെ സ്വീകരണ യോഗത്തിൽ പ്രിയങ്ക ലീഗിനെ കുറിച്ച് പരാമർശിക്കുക പോലും ചെയ്തില്ല. ഒരുപക്ഷെ പ്രിയങ്കയ്ക്ക് അറിയുക പോലും ഇല്ലായിരിക്കും ഇങ്ങനെ ഒരു മുസ്ലിം ലീഗ് അവിടെ ഉണ്ടെന്ന്. പച്ചക്കൊടി വേറെ എന്താണെന്നാണ് പ്രിയങ്കയുടെ ഇപ്പോഴത്തെ വിചാരം. അതുകൊണ്ടാണ് ഇപ്പോഴും പച്ചക്കൊടി വേണ്ട എന്ന് കോൺഗ്രസുകാർ തീരുമാനിച്ചത്. പിന്നെ മുണ്ടക്കൈ ദുരന്തത്തിൽ ലോകത്തിന് തന്നെ മാതൃകയായ രക്ഷാപ്രവർത്തനം നടത്തിയ സംസ്ഥാന സർക്കാരിനെതിരെ പ്രിയങ്ക ഗാന്ധി MP എന്തൊക്കെയോ ഷോ കാണിച്ചു കൂട്ടി. തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ശേഷം ആദ്യമായി വയനാട്ടിലെത്തിയപ്പോഴാണ് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു പഠിപ്പിച്ച ചില ആരോപണങ്ങൾ പ്രിയങ്ക ഗാന്ധി ഉന്നയിച്ചത്. നല്ലത്, സ്വന്തമായി ഒന്നും പറയാനില്ലെങ്കിൽ വല്ലവരും എഴുതി കൊടുക്കുന്നത് വായിക്കണം. ദുരന്തമുണ്ടായി 4 മാസം പിന്നിട്ടിട്ടും 5 പൈസയുടെ സഹായം നൽകാത്ത കേന്ദ്ര സർക്കാരിനെ പ്രിയങ്ക ഒരു വാക്കുകൊണ്ട് പോലും കുത്തി നോക്കുകയും ചെയ്തില്ല. മുണ്ടക്കയിലെ രക്ഷാപ്രവർത്തനം മാതൃകാപരമാണെന്ന് എല്ലാവരും ഒരുപോലെ സമ്മതിച്ചാണ്. കേരളമല്ല, പ്രവാസി ലോകം, വിദേശ ലോകം, രാജ്യങ്ങൾ ഇവരെല്ലാം സമ്മതിച്ചതാണ്. മറ്റ് സംസ്ഥാനങ്ങൾ, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ വരെ, ഹിമാചൽ പ്രദേശ് അടക്കം കേരളത്തിന് സഹായം എത്തിക്കുന്നതിൽ മുന്നിട്ട് നിന്നു. എന്തുകൊണ്ടാണ്? സംസ്ഥാന സർക്കാരിന്റെ രാഷ്ട്രീയം നോക്കാതെയുള്ള അങ്ങോട്ടുള്ള ഇടപെടലുകൾ. ഏത് സംസ്ഥാനത്ത് ഏത് ഒരു പ്രകൃതി ദുരിതമുണ്ടായാലും, ജനങ്ങൾക്ക് ഒരു ദുരിതമുണ്ടായാലും അവിടെ തങ്ങളാകുന്നത് ചെയ്യുക എന്ന സംസ്ഥാന സർക്കാരിന്റെയും കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങളുടെയും ആ ഒരു മാനസിക നില കൊണ്ട് തന്നെയാണ് ഈ വയനാട് മുണ്ടക്കൈ ദുരന്തം ഉണ്ടായപ്പോൾ ഇങ്ങോട്ട് BJP ഭരിക്കുന്ന സംസ്ഥാനം അടക്കം സഹായം നൽകിയത്. കേരളം വേണ്ടെന്ന് പറഞ്ഞില്ല. എല്ലാവരുടെയും സഹായം ആതുരരുടെ, ദുരിതം അനുഭവിക്കുന്നവരുടെ കണ്ണുനീരൊപ്പാനാണെന്ന് കേരളത്തിനറിയാം. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാർക്കും അറിയാം. അതുകൊണ്ട് ആ തുകയെല്ലാം കൃത്യമായി അക്കൗണ്ടുകളിലുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകൾ സ്ഥാപിക്കുന്നതിനും അവിടെ പാർപ്പിച്ചിരുന്നവരെ വീണ്ടും സർക്കാർ വാടകയ്ക്കെടുത്ത് വീട്ടിലേക്ക് മാറ്റി പാർപ്പിക്കലും പിന്നെ നഷ്ടപരിഹാരം കൃത്യമായി നൽകലും. ഒരു ദിവസം 300 രൂപയാണ് ഇവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ സംസ്ഥാനമാണ് ചെയ്തത്, കേന്ദ്രമല്ലെന്ന് പ്രിയങ്ക ഓർക്കണം. ഇതുവരെ ഒന്നിനും പരാതി ഉണ്ടായില്ല. ലീഗ് പ്രവർത്തകർ ബിരിയാണി കൊടുത്തപ്പോൾ മാത്രമാണ് അതിനകത്ത് ഇറച്ചി കഷ്ണമില്ല എന്ന് പറഞ്ഞ അവിടെ അടിയുണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ലീഗ് പ്രവർത്തകരുടെ ആ ബിരിയാണി കട അടച്ചുപൂട്ടിയത്.
പുനരധിവാസത്തിന് ഭൂമി ഏറ്റെടുക്കൽ ഹൈക്കോടതിയുടെ അനുമതി ലഭിച്ചാലുടൻ സർക്കാർ തുടങ്ങി വയ്ക്കും. പിന്നെ അവിടെ ദുരിതബാധിതർക്ക് അതിലും മികച്ച സുരക്ഷയോടെ ടൗൺഷിപ്പ് നിർമ്മിക്കാൻ രൂപരേഖ സർക്കാർ സ്ഥാപനങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞു. ഇതെല്ലാം കേരളത്തിന് അറിയാം, കോൺഗ്രസിന് അറിയാം. പക്ഷേ കോൺഗ്രസ് അറിയുന്നില്ല എന്നടിക്കുന്നു. ഉറക്കം നടിക്കുന്ന കോൺഗ്രസിനെ എങ്ങനെ ഉണർത്താൻ? ഇതൊക്കെ ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞ പോലെ കേട്ടുപാടാൻ പ്രിയങ്ക ഗാന്ധി തയ്യാറാണെങ്കിൽ അടുത്ത 5 കൊല്ലവും വയനാട്ടുകാരുടെ വിധി എന്നേ പറയാൻ പറ്റൂ.